നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മീനിനെ തീറ്റ കൊടുക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വാഴയുടെ ഇല ഉണ്ടല്ലോ, പച്ച വാഴയുടെ ഇല പിച്ചി പിച്ചി ഇട്ടിട്ടാണ് കേട്ടോ ഈ മീനിന് തീറ്റ കൊടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയിൽ ചാട്ടുകുളത്ത് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാട്ടുകുളം കെട്ടിയതിന് ശേഷം ഞങ്ങളവിടെ ഇറങ്ങി അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനും പിള്ളേരും ഇക്ക ഉണ്ടായിരുന്നു, ഇക്കയും പിള്ളേരും ഞാനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുറേ നേരം ഈ മീനിനെ നോക്കിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേര് ഞങ്ങളുടെ ഇവിടെയൊക്കെ കട്ട്ള മീൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങളുടെ അവിടെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കുറേ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. ഈ വലിയ മീനുകൾ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4-5 വലിയ മീനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വലുതൊന്നും ഈ ചെറുതിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. ഞങ്ങളുടെ കിണറ്റിലും ഞങ്ങളുടെ തോട്ടിലൊക്കെ നമ്മൾ കുഞ്ഞു മീനിനെ കൊടുന്നിടുമ്പോൾ മറ്റേ വലിയ മീനൊക്കത്തിനെയും വെട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു മീൻ ഇവരെ വന്നത് ഇതിൻ്റെ അടിയിൽ ചെറിയ മീനുകൾ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ താഴത്തു കൂടെ വലിയ മീൻ പോകുന്നുണ്ട്. എന്നിട്ട് പോലും അവരൊന്നും ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്നേഹമുള്ള മീനുകളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാ. പിന്നെ ഇതിൻ്റെ കൂടെ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നേ. അതും നല്ല വലിയ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു, കുഞ്ഞേതും ഉണ്ടായിരുന്നു. ഇതിനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നേരം പോണത് അറിയേയില്ല കേട്ടോ. ഞങ്ങൾ ഒരു 2 മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല പുറത്ത് റോട്ടിൽ നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടെ ഈ കുളത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു തണുത്തൊരു നല്ലൊരു ഫീലായിരുന്നു. ഈ സംഭവം ഇങ്ങനെ കെട്ടിയപ്പോഴേ നല്ലൊരു ഭംഗി വെച്ചേക്കണം. വെള്ളം തന്നെ നല്ല നീല കളറിലാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഇനി ബോട്ടിംഗ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇക്ക പറഞ്ഞതാണ് ചിലപ്പോൾ അതൊക്കെ വരുമെന്ന്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ പോയിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ് കേട്ടോ. പിള്ളേരായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറേ നേരം അവിടെ ഈ മീനിനെ നോക്കി നിന്നോളും. ഫുൾ അവിടെ അപ്പുറത്തുള്ള ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ ഇതിന് തീറ്റ കൊടുക്കുന്നത്. ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. വെറും ഈ വാഴയുടെ ഇല ഇങ്ങനെ പിച്ചി ഞാൻ ആദ്യം കണ്ടപ്പോൾ വാഴയുടെ ഇല ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അത് എവിടുന്നാന്ന് മനസ്സിലാവണില്ല. ഈ വീഴുന്ന വാഴയുടെ ഇല പെട്ടെന്ന് അവർ തിന്ന് തീർക്കണമുണ്ട്. പെട്ടെന്നാണ് തിന്ന് തീർക്കുന്നത്. ഞാൻ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുകൾ വന്ന് തിന്നണതൊക്കെ. ബിരിയാണി കിട്ടിയ പോലെയാണ് വാഴയുടെ ഇല തിന്നണത്. ഈ മീനുകളെ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ മീൻ വളർത്തിയ കഥ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ഫസ്റ്റത്തെ വെള്ളപ്പൊക്കം വന്നില്ലേ 2018. അതിൻ്റെ മുന്നേ ആയിട്ടാണ് എനിക്ക് മീൻ വളർത്തണം ഭ്രാന്ത് വന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ കുളമുണ്ട്. അപ്പോൾ കുറച്ചെന്ന് വെച്ചാൽ ഒരു 100-150 മീനിനൊക്കെ വളർത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്തു. കുളം ആദ്യം ക്ലീൻ ചെയ്തു. ചാണകവെള്ളവും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ചേട്ടനുണ്ട്, രഞ്ജേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് മീനിൻ്റെ കൃഷിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ചാണകവും കുറേ സാധനങ്ങളൊക്കെ കലക്കി വെള്ളം ക്ലീൻ ചെയ്തു. ആദ്യം വറ്റിച്ചു, പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഒഴിച്ചു. അതിൻ്റെ ശേഷം വെള്ളം ടെസ്റ്റിന് കൊടുത്തു. pH വാല്യൂ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു. അങ്ങനെ നമ്മൾ പിലോപ്പിയ കുട്ടികളെ മേടിച്ചിട്ടു. അങ്ങനെ നമ്മൾ കാശ് കൊടുത്തിട്ട് തീറ്റയൊക്കെ മേടിച്ച് പിലോപ്പിയ കുട്ടികൾ അത്യാവശ്യം വലുതായിട്ട് നമ്മുടെ വലിയ ആൾക്കാരുടെ കൈപ്പത്തിനേക്കാളും കുറച്ചും കൂടെ സൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലയൊക്കെ ഇട്ട് ആദ്യം മറ്റേ എരണ്ട ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ എരണ്ട പറയും, ഒരു കറുത്ത പക്ഷി വെള്ളത്തിലേക്ക് ഊർന്ന് പോയിട്ട് മീനെ പിടിച്ചുകൊണ്ട് പോണത്. അപ്പോൾ ആ പക്ഷി വന്ന് കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വല മേടിച്ചു, വലയൊക്കെ ഇട്ട് സേഫാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെള്ളപ്പൊക്കം വന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം മീനുകൾ പോയി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിറയെ വെള്ളമായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ പിലോപ്പിയ കുട്ടികളൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ പോണതൊക്കെ ഞാൻ കണ്ട് കുറേ വിഷമിച്ചു. പിന്നെ റോട്ടിൽ കൂടെയും കുറേ ചേട്ടന്മാർ പറഞ്ഞു അതേ നിൻ്റെ മീനതേ പോകണമെന്നൊക്കെ. അതൊക്കെ ഒരു കാലം. അതിൻ്റെ ശേഷവും നമ്മൾ മീനെ വളർത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മീനുകളിട്ട്. എന്നിട്ട് അതിലേക്ക് 3 എന്തായിരുന്നു ബാഹുവോ എന്തൊരു മീശൊക്കെ ഉള്ള ഒരു മീനെ കൊടുന്നിട്ട് ആ മീൻ എൻ്റെ കുട്ടികളൊക്കെ വെട്ടി. അന്ന് പിലോപ്പിയ ഉണ്ടായിരുന്നു, നട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനം അല്ലമ്മ വാഹു എന്നല്ല, ആഫ്രിക്കൻ മുഷ് പറയാനും കിട്ടണില്ല. ആഫ്രിക്കൻ മുഷിനെ കൊണ്ടുവന്നിട്ടിട്ട് ആ മുഷ് എല്ലാ മീനിനെയും വെട്ടി ആ കോളാണ്ട് കലക്കി മറിച്ച് തന്നു വെച്ചാൽ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണണം അത്രയും സൈസുള്ള ആഫ്രിക്കൻ മുഷിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് എൻ്റെ കഥ.